പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിമി ആൻ്റണി. ഇതെൻ്റെ മകൾ അമല ആൻ്റണി. ഞങ്ങൾ വരുന്നത് എറണാകുളം നോർത്ത് പറവൂർ സെൻറ് തോമസ് കോട്ടയ്ക്കാവ് ഫൊറോന ചർച്ചിൽ നിന്നാണ്. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാണ്. ഹസ്ബൻഡിനോട് ആരോ പറഞ്ഞ് എന്നോട് വന്ന് പറയുകയാണ് ചെയ്തത്. 2023 ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മക്കളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കുമായിരുന്നു. അതിനെക്കുറിച്ച് മകൾ സംസാരിക്കും. എൻ്റെ പേര് അമല. ഞാൻ നേഴ്സാണ്. 2024 ഓഗസ്റ്റ് 18 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനും മാതാവിനെ പറ്റി അറിയാനും ഇടയായത്. അപ്പോൾ ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ചേർന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഒന്നും മര്യാദക്കൊന്നും ചെയ്യില്ലായിരുന്നു. ജസ്റ്റ് എന്താ നടക്കണേന്ന് നോക്കാം, ഇങ്ങനെ എടുത്തിട്ട് കുറേ പേരുടെ ശരിയാവണുണ്ടല്ലോ, അപ്പോൾ ചുമ്മാ തമാശ പോലെ അങ്ങനെ പള്ളിയിലൊന്നും എപ്പോഴും പോവില്ല, ബൈബിളൊന്നും അങ്ങനെ വല്ലപ്പോഴൊക്കെ തോന്നിയാൽ വായിക്കും, അങ്ങനെ ഇരുന്നു. പിന്നെ കുമ്പസാരിക്കോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. 2025 ജനുവരിയിൽ എൻ്റെ അനിയന് അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു സ്റ്റുഡൻറ്റ് വിസക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു കാര്യം വന്നത്. അപ്പം തുടങ്ങി ഞാൻ കുറച്ചും കൂടി ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓൾറെഡി സാക്ഷ്യം കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ശരിയായപ്പോൾ എനിക്ക് കുറച്ചും കൂടി വിശ്വാസം കൂടി. കാരുണ്യപ്രവൃത്തി കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഞാനായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ, ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഞാനായിട്ട് അന്വേഷിച്ചില്ല. അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ രാവിലെ കുർബാന കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലുള്ളൊരു ചേച്ചി, ഉടമ്പടി എടുത്ത ചേച്ചിയാണ്. ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അമൽ ഇങ്ങനെ നമ്മുടെ ഇവിടെ പുത്തൻവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അസീസി എന്ന് പറഞ്ഞിട്ടൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസാണുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും പോകാറുണ്ട്, നീ ഇന്ന് വരണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കാരുണ്യപ്രവർത്തികൾ എല്ലാ ആഴ്ചയും മുടങ്ങാണ്ട് ചെയ്യാറുണ്ട്. അന്ന് തുടങ്ങിയാണ് ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ലൈഫിൽ വന്നു തുടങ്ങിയത്. അങ്ങനെ ഞാൻ B2 എൻ്റെ ലാസ്റ്റ് B2 പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ജർമ്മൻ്റെ ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. ഡിസംബർ 11 ആയിരുന്നു എക്സാം. അതിന് മുന്നേ സെപ്റ്റംബറിൽ 26 എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ജർമ്മനിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ എനിക്ക് ആദ്യമൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ അവസാനം അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. അവർ 2-3 തവണ എൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ചോദിച്ചു. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇൻ്റർവ്യൂ കിട്ടുമൊന്നുമില്ല, കിട്ടില്ല എന്ന് ഉറപ്പായി. ബാക്കി എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിരുന്നു. 8 പേരുണ്ടായിരുന്നു. 8 പേരിൽ എനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ട് മുട്ടുകുത്തി മാതാവിൻ്റെ നീലത്തിരി കത്തിച്ച് കൊന്തെത്തിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, പാസ്സായി എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസംബർ 11 ഞാൻ 4 മൊഡ്യൂളും ഒരുമിച്ച് എഴുതി. B2 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതി. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ട് വന്നു. ഞാൻ 3 മൊഡ്യൂൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. പക്ഷെ ഞാൻ എഴുതിയ എക്സാം ടെൽക്കായിരുന്നു. ടെൽക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൊഡ്യൂൾ പാസ്സാണ്, എന്നാലും 4 മൊഡ്യൂൾ പാസ്സായാൽ മാത്രമേ അവർ ഒഫീഷ്യലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ടൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും വേറെ അപ്ഡേഷനൊന്നുമില്ല, കോൺട്രാക്റ്റിൻ്റെ കാര്യവും ഒന്നും അറിയണില്ല. അപ്പോൾ ഞങ്ങളുടെ ഏജൻറ്റിനെ വിളിച്ചന്വേഷിക്കുമ്പോൾ ഇന്ന് വരും, നാളെ വരും, അടുത്ത മാസം വരും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് കയറി. പക്ഷെ 2 മാസം ജോലിക്ക് പോയുള്ളൂ. കാരണം ജോലിക്ക് പോയിട്ട് എനിക്ക് ഉടമ്പടിയിൽ മര്യാദക്കൊന്നും ചെയ്യാൻ പറ്റുള്ള, പള്ളിയിലൊന്നും പോകാൻ പറ്റുള്ള, ധ്യാനമൊന്നും കൂടാൻ പറ്റുള്ള. അപ്പോൾ ഞാൻ ജോലി നിർത്തി.
ജോലി നിർത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ സാറ് ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ അയക്കി, കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിനും വിസയുടെ കാര്യത്തിനൊക്കെയാണ് ഡീറ്റെയിൽസൊക്കെ അയക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ സ്പീക്കിംഗ് എക്സാം എഴുതിയായിരുന്നു. അങ്ങനെ ഡീറ്റെയിൽസൊക്കെ അയച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. 12-ാം തീയതി, ഒരു ഏപ്രിൽ 12-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ഏപ്രിൽ 12-ാം തീയതി എക്സാം അറ്റൻഡ് ചെയ്ത് കണ്ണൂരാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. 13-ാം തീയതി വീട്ടിലെത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, അമലക്ക് 13-ാം തീയതി, അതായത് പിറ്റേ ദിവസം 14-ാം തീയതി പിറ്റേ ദിവസം അമലക്ക് VFS അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷമായോ എന്ന് ചോദിച്ചാൽ ആയി. പക്ഷെ എന്നാലും എനിക്ക് ഇവിടെ അച്ഛനെ വന്ന് VFS അപ്പോയിൻമെൻറ്റിനൊക്കെ മുന്നേ അച്ഛനെ വന്ന് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഓഫീസിൽ പോയി കളക്ട് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പാസ്പോർട്ടിലെ പോലെ അല്ലായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സിൽ അവർ പ്രിൻ്റ് ചെയ്ത് തന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ VFSകാർക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, അവർ വിസ റിജക്ഷൻ ചെയ്യാതെ ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം ചെയ്തത് ടെൽക്കാണ്, അവരതിനകത്ത് പ്രിൻ്റ് ചെയ്തിരുന്നത് ഗോയിത്തയാണ് ഞാൻ എഴുതിയതെന്നായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ മിസ്റ്റേക്കാണ്. പിന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 3 മൊഡ്യൂൾ പാസ്സായി എന്ന് പറഞ്ഞാലും സ്പീക്കിംഗ് കൂടി കിട്ടാത്തത് കൊണ്ട് എനിക്ക് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിനോട് ചോദിച്ചു, സാർ ഇത് വെക്കണോ, സ്പീക്കിങ്ങിൻ്റെ ഇതും കൂടി റിസൾട്ടും കൂടി വന്നിട്ട് വെച്ചാൽ പോരെ, വെറുതെ റിജക്ഷൻ ആവും, പൈസ പോവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിനക്ക് റിസൾട്ട് വരാണെങ്കിൽ നമുക്ക് അവർക്ക് മെയിൽ അയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച്, ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച്, കാശുരൂപവും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ 14-ാം തീയതി VFS അപ്പോയിൻമെൻറ്റിന് കൊച്ചിയിൽ പോയി. ഞാനവിടെ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ ഒരു 4 പേരുണ്ടായിരുന്നു. 4 പേരിൽ 2 പേർക്ക് അതിൻ്റെ മെയിൽ കാര്യങ്ങൾ അപ്ഡേഷൻസൊക്കെ വന്നു. ഒരാൾക്ക് ഡിസ്പാച്ച് ആയി എന്ന് വന്നു, ഒരാൾക്ക് എക്സ്ട്രാ ഡോക്യുമെൻ്റൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് മാത്രം ഒരു മെയിലും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായ ഏകദേശം എന്തായാലും അപ്പോൾ വിസ കിട്ടില്ല, ഇത്രയും മിസ്റ്റേക്സൊക്കെ ഉള്ളതിൽ എങ്ങനെ കിട്ടാനാണ്, വല്ല ഒരെണ്ണമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ പറയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയിൽ ഞാൻ കുർബാനക്ക് പോയേക്കായിരുന്നു. 12-ാം തീയതി 11-ാം തീയതി ഞാൻ കുർബാനക്ക് പോയി പള്ളിയിൽ. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിച്ച് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അച്ഛൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ ബാക്കിലാണ് കുമ്പസാരിക്കാനുള്ള കൂട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടി പോയി. അപ്പോൾ കുമ്പസാരിച്ച് അവിടെ ഞാൻ ബാക്കിൽ തന്നെ ഇരുന്നു, പിന്നെ ഫ്രണ്ടിലോട്ട് പോയില്ല. ബാക്കിൽ തന്നെ ഇരുന്ന് കുർബാന കൂടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തന്നെട്ടാന്ന് പറഞ്ഞിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേച്ചി എനിക്ക് കൊണ്ട് കൃപാസനത്തിലെ പത്രം തന്നപ്പോൾ എനിക്ക് കുറച്ച് ഒരു കോൺഫിഡൻസ് ആയി, മാതാവ് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയത്. കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ അസീസിയിൽ കാരുണ്യപ്രവർത്തിക്ക് വേണ്ടി പോയി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഇപ്പം മാതാവ് എനിക്ക് തന്ന അടയാളമാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഇവിടുത്തെ കാരുണ്യപ്രവർത്തി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ സമയത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ VFSൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ, എന്തെങ്കിലും മെയിലോ എന്തെങ്കിലും വന്നം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് ഞാൻ വേഗം ഫസ്റ്റ് തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഫോണിൽ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് ഉള്ള മെയിൽ വന്നു. പക്ഷേ എനിക്ക് മാത്രമാണ് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള സംഭവം ഇല്ല. മെയിനായിട്ട് വേണ്ടതാണ് ലാംഗ്വേജ് പ്രൂഫ്, അവർക്ക് മെയിനായിട്ടുള്ള സംഭവം ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുമാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ മാതാവ് എനിക്ക് ഡിസ്പാച്ച് ആയി എന്നുള്ള മെയിൽ തന്നു. അങ്ങനെ അപ്പോൾ 14-ാം തീയതി എനിക്ക് അവരെന്നെ വിളിച്ചു, ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു. 14-ാം തീയതി ഈശോൻ്റെ തിരുഹാരോഹണ തിരുനാളായിരുന്നു. അതിന് മുന്നേ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 13-ാം തീയതി അവരെന്നെ ബ്ലൂ ഡാർട്ടിൽ നിന്ന് വിളിച്ചു, അങ്ങനെ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പാസ്പോർട്ട് തുറന്നപ്പോൾ എനിക്ക് വിസ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഒറ്റയ്ക്ക് കൊന്ത ചൊല്ലി അങ്ങനെ തിരിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ മാതാവിനോട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7ാമത്തെ പേജിൽ എനിക്ക് വിസ അടിച്ച് തന്നോട്ടാ. ഞാൻ ചെറിയൊരു നമ്മുടെ കൃപാസനത്തിലെ പത്രത്തിൻ്റെ ചെറിയൊരു പീസ് 7ാമത്തെ പേജിൽ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ആ കാര്യം മറന്നുപോയി. അങ്ങനെ പിന്നെ ഞാൻ പള്ളിയിൽ വിസ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ പോയി ഈശോനെ മാതാവിനെയും വിസ കാണിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് 7ാമത്തെ പേജിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളായി ടിക്കറ്റിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഒന്നും പറയണില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ നാളെയാണ് എൻ്റെ ഉടമ്പടി 6ാമത് പുതുക്കണത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, 22-ാം തീയതിയാണ് എൻ്റെ പുതുക്കണത്, എനിക്ക് വ്യാഴാഴ്ച 21-ാം തീയതി വന്ന് സാക്ഷ്യം പറയാൻ പറ്റണോട്ടാന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ സാറ് വിളിച്ച് പറഞ്ഞു, ടിക്കറ്റ് എടുക്കുകയാണ്, പൈസ നീ തരണ്ട, പൈസ നീ അവിടെ ചെന്ന് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് തരാൻ പറ്റുമെങ്കിൽ നീ തന്നാൽ മതി, പൈസ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്തു. എനിക്കിന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ 25-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. എല്ലാവർക്കും കിട്ടണ പോലെയല്ല, ഇങ്ങനെ ഒരു മൊഡ്യൂൾ പോലും ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് ആർക്കും ഹോസ്പിറ്റലിലൊന്നും ഇൻ്റർവ്യൂ കിട്ടില്ല. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോനോട് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. സ്വർഗാരോഹണ തിരുനാളിന് മുൻപ് മോളുടെ പാസ്പോർട്ട് വിസ അടിച്ച് കിട്ടണമെന്ന് ഞങ്ങൾ നിത്യം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, പരിശുദ്ധമ്മയുടെ അനുഗ്രഹത്താൽ അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ഫിഷർ എന്നുള്ളൊരു അസുഖം ഉണ്ടായിരുന്നു. 4 വർഷത്തോളം നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല വേദനയാണ്, നീറ്റലും പുകച്ചിലും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആയുർവേദം മരുന്ന് ഒരു 2 കോഴ്സോളം അത് കഴിച്ചിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി പിന്നീട് ഇന്നേ വരെ, ഈ സമയം വരെ അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. അതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, ഫസ്റ്റ് തന്നെ ഞാൻ 8 എടുക്കുമ്പോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ 4 പ്രാവശ്യം ഞാൻ 8 എടുക്കാൻ പോയിട്ടും എനിക്ക് കിട്ടിയില്ല. 5ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി കാശ് രൂപം വിശ്വാസ പ്രമാണം ചൊല്ലി വണ്ടിയുടെ ഹാൻഡിലിൽ മുട്ടിച്ച് പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്തത്. കറക്റ്റായിട്ട് അമ്മ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഞാൻ 8 പാസ്സായി. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച വീടും സ്ഥലവും വിൽക്കാനായിട്ട് തീരുമാനിച്ച്, ആരും വന്ന് നോക്കണുണ്ടായിരുന്നില്ല വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ 4 അതിരിലും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വയ്ക്കുകയും നിയോഗമായിട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അത് വിൽക്കുവാനും സാധിച്ചിരുന്നു. അതിനും പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, പത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലും വഴിയാത്രക്കാരിലുമാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, അമല പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലെ മെൻ്റലി വീക്കായ അമ്മമാരെ താമസിപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ പോകും. എല്ലാ ആഴ്ചയും പോകും. അവിടെ അവരെ കുളിപ്പിക്കുകയും അവർക്ക് വസ്ത്രം മാറിച്ച് പുതിയ വസ്ത്രങ്ങൾ ഇടിയിക്കുകയും അവരോട് ഒത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ മുറി ക്ലീൻ ചെയ്യും. അവരുടെ മുറി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോഷനും യൂറിനൊക്കെ പോയിട്ട് ബെഡേയിലും താഴെയിലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയുള്ളൂ. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ഈശോയ്ക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി ചെയ്തതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്നേ വരെ ഞങ്ങളത് മുടക്കിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ ഞങ്ങളൊരു വീട്ടിലെ അംഗങ്ങളെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിൽ ഞങ്ങൾ അവർക്ക് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഒറ്റ ചൊവ്വാഴ്ചയെ ഞാൻ മുടക്കിയിട്ടില്ല. അപ്പോൾ ചൊവ്വാഴ്ച കൂടാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വ്യാഴാഴ്ചക്കുള്ളിൽ ഞാൻ അതെങ്ങനെയെങ്കിലും കണ്ടു തീർക്കും. അത് സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. പിന്നെ ഡെയിലി ബ്രെഡ്, അത് ഇന്ന് രാവിലെ കൂടി ഞങ്ങൾ 5:30 പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അത് സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. പിന്നെ ഞാൻ സാക്ഷ്യം കേൾക്കണത് ജോലിക്കിടയിലാണ്. 5 സാക്ഷ്യം വരെ ഒരു ദിവസം ഞാൻ ജോലിയുടെ ഇടയിൽ കേൾക്കാറുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം
അത് മുടക്കിയിട്ടില്ല. പിന്നെ ബൈബിൾ വായന, അതെല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പണ്ടൊക്കെ ബൈബിൾ വായിക്കാൻ ഭയങ്കര മടിയാണ്. ഒരു 2-3 വാക്യങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ചൊല്ലും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കുടുംബ പ്രാർത്ഥന പോലും ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ തന്നെ ഇത്ര വൈകിയാൽ തന്നെ മടി കൂടാണ്ട് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി എടുത്ത എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളെല്ലാവരും പള്ളിയിൽ മാസത്തിൽ ഒരു തവണ ഒത്തുചേർന്ന് അവിടെ 1000 മണി ജപമാല ചൊല്ലാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ഈ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകുകയില്ലെന്ന് പരിശുദ്ധ അമ്മയോട് ഞങ്ങൾ വാക്ക് പറയുന്നു. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തനം 91:1 ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്ഥിരമായി ജീവിക്കുവാൻ ശ്രമിക്കുന്നവരാണ് ഉടമ്പടി മക്കൾ. അത് ഒരു വെറും വിശ്വാസമല്ല, മറിച്ച് ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹത്തോടെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. തണൽ എന്നത് ഒരു സംരക്ഷണമാണ്. സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവർ ഇന്ന് ഒരുപക്ഷെ ഉടമ്പടി മക്കളാണ്. ആ ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമാണ് ഓരോ ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത ചൂടിൽ തണൽ ആശ്വാസം നൽകുന്നത് പോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നതും ഒരു വലിയ തണലാണ്. നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല തണൽ നൽകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഉടമ്പടിയിലെ നിയോഗങ്ങളായി നമ്മൾ സമർപ്പിക്കുമ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുവാൻ നമുക്കുള്ള ഒരു അവസരമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ തണലിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുന്നത്. കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് ഓരോ സാക്ഷ്യപ്പെടുത്തലിൽ നിന്നും ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയുന്നത് ആ സ്നേഹത്തെ പറ്റിയാണ്. സിമി ആൻ്റണിയും മകൾ അമലയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ പറ്റിയാണ്. ആദ്യമൊക്കെ ഹസ്ബൻഡാണ് ആദ്യം ഉടമ്പടിയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റി പറയുകയും പിന്നീട് ഈ മകൾ വന്ന് സിമി വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അതായിരുന്നു അവിടെ ഒന്നാമത്തെ സാക്ഷ്യം. മോൻ ജോലിക്കായി മാൽട്ടയിലേക്ക് പോയി. പിന്നീട് രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയിട്ടുള്ള നിയോഗമായിരുന്നു. മോള് നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മൻ പഠിച്ചു, ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് B2 എക്സാമൊക്കെ പാസ്സാവണം. മോൾ ആദ്യമായിട്ട് മകൾ അമല ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി കേട്ടപ്പോൾ അധികമൊന്നും വിശ്വാസമില്ലായിരുന്നു. പ്രാർത്ഥനയിലോ ഉടമ്പടി ജീവിതത്തിലോ വിശ്വാസ ജീവിതത്തിലോ ആത്മീയ ജീവിതത്തിലോ അധികം ആഴപ്പെടാത്ത ഒരു മകളായിരുന്നു. പിന്നീട് സഹോദരൻ ജോലി കിട്ടിപ്പോയപ്പോൾ കുറച്ച് വിശ്വാസമായി. അനുഗ്രഹം ലഭിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് ഒരു ചുവട് വയ്ക്കുവാനായിട്ട് സാധിച്ചു. പിന്നീടാണ് മകൾ അമ്മല തന്നെയാണ് വീണ്ടും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ മകളുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും സംരക്ഷണവും അനുഗ്രഹവുമാണ് നാം കേൾക്കുവാൻ സാധിക്കുന്നത്. പിന്നീട് B2 എക്സാം പഠിച്ചു, പാസ്സായി. നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഓരോ ഇൻ്റർവ്യൂവിനും എക്സാമിനുമൊക്കെ ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. കാശിരൂപം കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാ മൊഡ്യൂളും പാസ്സാകാൻ സാധിച്ചു. പിന്നീട് VFS അപ്പോയിൻമെൻ്റ് ആണ്. അവിടെ ചെന്നപ്പോഴും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പേപ്പേഴ്സ് വർക്കിന്. കാരണം പാസ്പോർട്ടിൽ ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റ് പേജിൽ തന്നെ മിസ്റ്റേക്സ്, പിന്നെ ലാംഗ്വേജ് പ്രൂഫില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ VFSന് വെച്ചപ്പോൾ ഒത്തിരി ഭയമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെയും
ഈശോയുടെ അമ്മയെ കരങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഓരോ കാര്യത്തിനും പോകുന്നത്. അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കി അന്നും ഈ മകൾ പ്രാർത്ഥിച്ചപ്പോൾ മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയുടെ രൂപം നല്ല വ്യക്തമായിട്ട് തന്നെയാണ് കൃപാസന അമ്മ ഈ മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മകളോട് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യവും ആ ദൈവത്തിൻ്റെ തണലുമാണ് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ദൈവ സാന്നിധ്യത്തോടു കൂടെ തന്നെയാണ് കാശിരൂപം കയ്യിൽ പിടിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് മോൾ ഓരോ കാര്യത്തിനും അമല പോയത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു കുറവുമില്ലാതെ പാസ്പോർട്ട് അടിച്ചു വരികയും അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് മനസ്സിലാക്കി തന്നെയാണ് 7ാമത്തെ പേജിൽ തന്നെ, അതായത് നമുക്കറിയാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-നാണ്, 2004 ഡിസംബർ 7 2:30 ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന അക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഈ മകൾക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തന്നെയാണ് 7 എന്ന പേജിൽ തന്നെ ഈ മകൾക്ക് വിസ അടിച്ചു വന്നത്. അതും അമ്മയുടെ ഒരു വലിയ സാന്നിധ്യവും കൃപയുമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ജർമ്മനിക്ക് നേഴ്സായിട്ട് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അത് എൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മുന്നോട്ട്, ഓരോ പേപ്പർ വർക്കും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ തടസ്സങ്ങളും മാറ്റി. നമുക്കറിയാം പല മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്ത ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ഈ മകളുടെ കാര്യത്തിൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്നാണ് ഇടപെട്ട് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. തന്നെയുമല്ല രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെയാണ്. ഫിഷർ എന്ന അസുഖവും പിന്നെ ഈ മകൾക്ക് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്താലാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനായിട്ടും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 2-3 വർഷത്തോളം വീടും സ്ഥലവും വിൽക്കാനായിട്ട് ഇട്ടിരുന്നു. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വീടും സ്ഥലവും വിൽക്കുവാൻ സാധിച്ചത്. അവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താലും ഇവരുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുവാനായിട്ടാണ് സാധിച്ചത്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ടാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾ. എന്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മുന്നോട്ടാകുന്നത്? ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പലപ്പോഴും പറയും, വിശേഷവിധിയായിട്ട് നാം എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത്, നമ്മളെക്കൊണ്ട് ദൈവത്തിന് ഏത് പ്രയോജനം എന്നൊക്കെ പലപ്പോഴും അച്ഛൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ അമ്മയും മകളും കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തത് മെൻ്റലി സിക്കായിട്ടുള്ള രോഗികളുടെ അടുത്ത് പോയി. നമുക്കറിയാം അവിടുത്തെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവരെ ശുശ്രൂഷിക്കാൻ. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് പോയി അവരെ കുളിപ്പിക്കുകയും അവരുടെ അവർ റൂം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൃപയായിട്ട് അത് കൃപയുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതും ഈശോയുടെ അമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ് ഇവരമ്മയും അമ്മ സിമിയും മകൾ അമലയും അത് ചെയ്തെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ അമ്മയുടെ സ്നേഹം നമുക്ക് കിട്ടുന്ന ഓരോ സ്നേഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കാവുന്ന സ്നേഹം ഇത് മാത്രമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയുമാണ്. ഇങ്ങനെയാണ് ഈ കുടുംബം ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് ലഭിക്കുകയും ആ തണലിൽ സർവശക്തൻ്റെ തണലിൽ കഴിയുവാനുള്ള ആ കൃപയാണ് ഇവർക്ക് ലഭിച്ചത് ഉടമ്പടിയിലൂടെ. കർത്താവിനോട് ലോകത്തോട് ഇന്ന് ഏറ്റുപറയുകയാണ്, ദൈവമാണ്, കർത്താവാണ് എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് അവരുടെ സാക്ഷ്യത്തിലൂടെ അവർ വിളിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണവും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ആ സുരക്ഷിതമായ അഭയസങ്കേതത്തിൽ നമ്മളെയും എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിലൂടെ കൂടുതൽ തീഷ്ണതയോടെ സ്നേഹത്തോടെ കഴിയുമ്പോഴാണ് ആ ദൈവമാണ് എൻ്റെ സങ്കേതം, എൻ്റെ കോട്ടയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്നേഹത്തോടെ ദൈവത്തോട് നൽകിയ യെസ് എന്ന വാക്കാണ്, അതേ എന്ന വചനമാണ് ലൂക്ക് 1:38 പറയുന്നത്. അതുകൊണ്ടാണ് സർവശക്തൻ്റെ നിഴൽ അമ്മയുടെ മേൽ പതിഞ്ചത്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് സർവശക്തൻ്റെ തണലിൽ പാർക്കാൻ ഭയപ്പെടാതെ
ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിമി ആൻ്റണിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.